ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1705. ഇന്ന് ഓഗസ്റ്റ് മാസം 31-ാം തീയതി. ഈ ആണ്ടിലെ 244-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ ഈ ആണ്ടിലെ 8-ാം മാസത്തിന്റെ ഒടുവിലത്തെ ദിനത്തിലെത്തി. സൗഹൃദങ്ങളൊക്കെ എത്രയോ മികച്ചതാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. അത് യഥാർത്ഥ സൗഹൃദങ്ങളാണെങ്കിൽ അവയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എങ്ങനെയെല്ലാം എവിടെയെല്ലാം കൃത്യമായി ഫിൽട്ടർ ചെയ്യണമെന്നൊക്കെ നമ്മൾ കുറച്ചുകൂടി പഠിച്ചേ മതിയാവും. ക്രിസ്തുയേശു തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ ലാസറിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പല കഥകളിലും ഉപമകളിലും സ്നേഹത്തെയും സൗഹൃദത്തെയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വിശദമായി പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അതിലേക്കൊന്നും എത്തുന്നില്ല. വൈകാരികമായ ചില തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് പലരും സൗഹൃദങ്ങളിൽ ഏർപ്പെടുന്നത്. അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള മാത്രം ശരിക്കും ഉപകരണങ്ങളായി മാറുന്നു ഭൂമിയിലെ സൗഹൃദങ്ങൾ. ഉപകരണങ്ങളായി സൗഹൃദങ്ങൾ മാറുന്നതാണ് ഏറ്റവും വലിയ ആപത്ത്. എന്റെ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തി തരുന്നവർ മാത്രമാണ് എന്റെ നല്ല സ്നേഹിതരെന്നും തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ എന്റെ യഥാർത്ഥ ആവശ്യങ്ങളെ മനസ്സിലാക്കി അവ നിർവഹിച്ചു തരുന്നവരാണ് സത്യത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പല കൊതികൾക്കും മോഹങ്ങൾക്കും എതിര് നിന്ന അമ്മയപ്പന്മാര് നല്ല സ്നേഹിതരാണെന്ന് തിരുത്തേണ്ടി വരും. അത് ഗുരുക്കന്മാരും ആർത്ഥത്തിൽ നമ്മുടെ നല്ല സ്നേഹിതരായിരുന്നു. അവരാരും നമ്മുടെ ഇഷ്ടങ്ങളെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരു പരിധിവരെ നിന്നു തന്നിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളുടെ യഥാർത്ഥ ആവശ്യങ്ങളെ മനസ്സിലാക്കി തന്നെയാണ് അവർ നിലനിന്നതും പെരുമാറിയതുമൊക്കെ. ഈ ഇഷ്ടങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടേതായ ചില രഹസ്യ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ അവയ്ക്ക് വേണ്ടി കുടപിടിക്കേണ്ടി വരും. ആവശ്യങ്ങളുള്ളവരോട് അടുക്കുവാനോ അവരുടെ ആവശ്യങ്ങളോട് കൂടെ നിൽക്കുവാനോ അധികം ആർക്കും താല്പര്യമുണ്ടാവില്ല. ശരിയല്ലേ? ഒരു ദുഃഖത്തിലോ പ്രയാസത്തിലോ ഇരിക്കുന്ന ആളോടൊപ്പം എത്ര സ്നേഹിതരുണ്ടാവും. ആരായിരുന്നു നമ്മുടെ യഥാർത്ഥ സ്നേഹിതൻ? ആ ഒരു തിരിച്ചറിവാണ് ശരിക്കും ബന്ധങ്ങളുടെ മാറ്റി നിശ്ചയിക്കുന്നത്. ഒരിക്കലും ചേരില്ല എന്ന് കരുതുന്നവർക്കിടയിൽ പോയി ഒരു നല്ല സൗഹൃദ സമവാക്യം രൂപപ്പെടും. എങ്ങനെയാ? എപ്പോഴാ? അവർക്ക് മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കുകയോ ഒരുമിച്ച് നിന്നാൽ മാത്രമേ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടൂ എന്ന് തിരിച്ചറിയുകയോ ചെയ്താൽ. അതുപോലെ തന്നെ പരസ്പര പൂരകങ്ങൾ എന്ന് പരസ്പരം ചേർന്നിരിക്കുന്നവർ എന്ന് കരുതുന്നവർക്കിടയിലും ചില വിള്ളലുകളൊക്കെ രൂപപ്പെടും. എപ്പോഴാ? എല്ലാ ദൗർബല്യങ്ങളോടും കൂടി പരസ്പരം ചേർന്ന് നിൽക്കുവാനും ചേർത്ത് നിൽക്കുവാനും മനസ്സില്ലാതെ വരുമ്പോൾ എല്ലാ നല്ല ബന്ധങ്ങൾക്കും അകലാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ കുറെ കൂടി അടുത്തറിഞ്ഞ് ചേർത്തും നിർത്താനായിട്ട് ക്രിസ്തുയേശു ആഗ്രഹിക്കുന്നില്ലേ? എന്റെ നിങ്ങളുടെയുമൊക്കെ നല്ല സ്നേഹിതനാണ് യേശു. ആമേൻ.